ഇന്ദ്രജ പോയി കഴിയുമ്പോൾ അബി ഇങ്ങനെ പറയും, ഇതൊരു മുന്നറിയിപ്പാണ്. CI സേനൻ്റെ മരണം എൻ്റെ മേലിൽ കെട്ടിവെക്കാനുള്ള മുന്നറിയിപ്പ്. ഇന്ദ്രജ വന്ന് ജാനകിയെ കാണുകയാണ്. അമ്മയോട് ചോദിക്കും, ജാനകിയുടെ അമ്മയല്ലേന്ന് ചോദിക്കും. അമ്മ പറയും, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറയും. ഇന്ദ്രജ പറയും, ഞാൻ അബിയുടെ ഫ്രണ്ടാണെന്ന് പറയും. അമ്മ പറയും, ജാനകി മരുന്ന് കഴിച്ച് ഉറങ്ങുകയാണെന്ന് പറയും. ഇന്ദ്രജ പറയും, അത് കുഴപ്പമില്ല, അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. ഇന്ദ്രജ അമ്മയുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. 25 വർഷം മുമ്പുള്ള പീഡന കേസാണ്. കേസിന് പോയി കേസ് തള്ളിയാൽ അതിൻ്റെ അപമാനം രാധാമണി വാരസ്യാർക്കായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. അതമ്മ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? തമ്പിയുടെ മകളാണ് ജാനകിയെന്ന് എല്ലാവരും അറിയില്ലേ? ഇത് കേട്ടിട്ട് അമ്മ ചോദിക്കും, നീ ആരാ? തമ്പിയാണോ നിന്നെ അയച്ചത്? ഇന്ദ്രജ പറയും, തമ്പിയെന്ന് കേൾക്കുന്നതല്ലാതെ ഞാനിതുവരെ അയാളെ കണ്ടിട്ട് പോലുമില്ല. അമ്മ പറയും, ഞാനാണ് രാധാമണി വരച്ചേർ. തമ്പിയുടെ മകളാണ് ഇവളെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീയാണോ അവളുടെ പ്രസവം എടുത്തത്? കടന്നുപോയ എൻ്റെ മുന്നിൽ നിന്ന് പറയും. ഇന്ദ്രജ പിന്നെ ഈ കഥകളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. അമ്മ പറയും, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ നല്ല ഉദ്ദേശത്തോടെ അല്ല വന്നത്. കടന്നുപോയ എൻ്റെ മുന്നിൽ നിന്ന്. ഇന്ദ്രജ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുക. എന്നിട്ട് പറയും, ഇനി അമ്മയാണ് താരെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ അവിടെ നിന്ന് പോവാണ്. അപർണ അജയോട് പറയും, അജയ്ക്ക് ഇപ്പോഴേ തോറ്റു പോകുമെന്നാണ് തോന്നലെന്ന് പറയും. അജയ് പറയും, അപർണയ്ക്ക് ഭയങ്കര ആത്മവിശ്വാസമാണെന്ന് പറയും. അപർണ പറയും, അതിന് കാരണമുണ്ട്, ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ടാണെന്ന് പറയും. അവിടേക്ക് വന്ന അമൽ പറയും, കേസ് കുറേ പഠിച്ചു കഴിഞ്ഞപ്പോൾ പാതി ഭാഗം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അജയേട്ടന് മനസ്സിലായി, അതുകൊണ്ടായി പേടിയെന്ന് പറയും. അപർണ ചോദിക്കുക, എന്ത് സത്യം? അങ്ങനെ അജയ്ക്ക് തോന്നുന്നുണ്ടോ? ഇത് കള്ളക്കേസല്ലേ? അജയ് അതിൽ വരാൻ പോകുന്ന സാഹചര്യ തെളിവുകളെ പറ്റി പറയുമ്പോൾ അപർണ പറയും, കഷ്ടം, ഞാൻ അജയെ വെച്ചതാണ് തെറ്റായി പോയതെന്ന് പറയും. അമൽ ചോദിക്കും, പിന്നെന്തിനാ നീ അജയെ തന്നെ സെലക്ട് ചെയ്തത്? നിരഞ്ജന അടുത്തേക്ക് ബദലായിട്ടാണോ എന്ന് ചോദിക്കും. അപർണ പറയും, അജയ് നല്ലൊരു വക്കീലാണെന്ന് തെളിയിച്ചതാ. അജയ് മനസ്സ് വെച്ചാൽ ഈ കേസ് ജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയും. അജയ് പറയും, നമ്മൾ തോൽക്കുന്ന ഇതിൽ അർത്ഥമില്ല, അമിത ആത്മവിശ്വാസം വെക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ പറയും. നമുക്കെന്തായാലും ഫൈറ്റ് ചെയ്യാമെന്ന് പറയും. അപർണ അമലിനോട് ചോദിക്കും, നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ പറയുന്നതൊക്കെ ചോർത്തി നിരഞ്ജനയ്ക്ക് കൊടുക്കാനല്ലേ? അപർണ അജയോട് പറയും, ഈ കേസ് ജയിച്ചാൽ ഇതിൻ്റെ ഗുണം അജയ്ക്കും ഉണ്ടാകും. ഞാൻ അജയുടെ കൂടെ നിൽക്കും, അണിറോസിൻ്റെ പ്രശ്നം തീർക്കാനൊക്കെ എന്ന് പറയും. അജയ് പറയും, നമുക്ക് ശ്രമിക്കാം. അപർണ പറയും, ശ്രമിച്ചാൽ പോരാ, പരിശ്രമിക്കണം. സക്കീർ ഹുസൈനും അബിയും കൂടെ സേനൻ്റെ മരണത്തെപ്പറ്റി ചർച്ച ചെയ്യാണ്. സക്കീർ ഹുസൈൻ പറയും, മരണം തൂങ്ങി മരണമായിട്ട് തന്നെ കണക്കാക്കിയത്, പക്ഷേ ശരീരത്തിൽ മർദ്ദനേറ്റ പാടുണ്ടെന്ന് പറയും. അമല് നന്നായി കയറി മേഞ്ഞിട്ടുണ്ട്. അബി പറയും, ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സേനനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. ആര് എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനും എൻ്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്. അത് ചെയ്തത് അവൻ തന്നെയാണ്, നകുലൻ. നകുലൻ്റെ പഴയ കഥകളൊക്കെ അബി സക്കീർ ഭായിയോട് പറയാണ്. സക്കീർ ഭായ് പറയും, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു എന്ന് പറയും. ജാനകിയുടെ ആക്സിഡൻറ്റിന് പിന്നാലെ അവർ പോയി കാണും. അങ്ങനെയാണ് അവർ തമ്പിയിലെത്തിയത്. സക്കീർ ഭായ് ചോദിക്കും, സേനനെ കൊന്നതുകൊണ്ട് നകുലൻ എന്ത് നേടി? അബി പറയും, അന്ധമായി സ്നേഹിക്കുന്ന ഒരാളെ വേറൊരാൾ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു സൈക്കോയെ പ്രകോപിതനാക്കും. സക്കീർ ഭായ് പറയും, അങ്ങനെയാണെങ്കിൽ അടുത്തത് കൊല്ലപ്പെടാൻ പോകുന്നത് തമ്പിയാണല്ലോ എന്ന് പറയും. അബി പറയും, അതിനും സാധ്യതയുണ്ട്. സക്കീർ ഭായ് ചോദിക്കും, ശരിക്കും അവർ അബിയുടെ നേർക്കല്ലേ ഒരു അറ്റാക്ക് നടത്തേണ്ടതെന്ന് ചോദിക്കും. അബി പറയും, ചിത്രം വ്യക്തമാണെങ്കിൽ ഇനി അവരുടെ ചുവടുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് പറയും. അമൽ അപർണയോട് തമ്പിയെപ്പറ്റി കുറ്റം പറയുമ്പോൾ അപർണ പറയും, എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ മേലെ കൈവച്ചിട്ടുള്ളൂ. പല സ്ത്രീകളിലെ എൻ്റെ അച്ഛന് മക്കളില്ല. അഭിയേട്ടൻ്റെ ജന്മത്തിനെ പറ്റിയൊന്നും നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറയും. അമൽ പറയും, നീ പറഞ്ഞോ, എൻ്റെ അച്ഛൻ 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യത്തെ ഭാര്യ ഭരിച്ചതിന് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. ഞങ്ങൾക്ക് പോലും അറിയാത്ത ആ സത്യം നീ കുഴിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്തായെന്ന് ചോദിക്കും. ഞങ്ങളുടെ അമ്മ അഭിയേട്ടനെ സ്വന്തം മകനായിട്ടാണ് കരുതിയത്. അതുകൊണ്ടാണ് ജാനകി അടുത്തേക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അമ്മ വന്നത്. അതുപോലെ സ്വന്തം അമ്മയെപ്പോലെ അഭിയേട്ടൻ അമ്മയെ സ്നേഹിക്കുന്നുമുണ്ട്. നിൻ്റെ അച്ഛന് വേറെ സ്ത്രീകളായിട്ട് ബന്ധമില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞ്? നിനക്ക് ഏട്ടത്തി അനിയത്തിയോട്ടോ നിനക്കറിയുമെന്നൊക്കെ അമലെ അപർണയോട് ചോദിക്കും. നിൻ്റെ അച്ഛൻ ആരാന്ന് കാലം തെളിയിച്ചു തരും. നീ അജയേട്ടനെ ഈ കേസ് ഏൽപ്പിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? പണ്ട് നിങ്ങൾ ഭയങ്കര പ്രണയത്തിലായിരുന്നു കേട്ടിട്ടുണ്ട്. അജയേട്ടനെ മാത്രമേ നീ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചുവെന്നും അവസാനം നിൻ്റെ അച്ഛനതിനെ സമ്മതിക്കേണ്ടി വന്നു എന്നൊക്കെ. നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കൊരു ചെറിയ സംശയം. ജാനകിയുടെ ഹോസ്പിറ്റലിലെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് പിന്നെ കാണിക്കുന്നത്. അബി ജാനകിയെ വീൽ ചെയറിലിരുത്തിയിട്ട് കൊണ്ടുപോകുന്നതും ഡോക്ടറെ ജാനകിയെ ട്രീറ്റ് ചെയ്യിക്കുന്നതും അമ്മ ജാനകിയെ പതുക്കെ നടത്തുന്നതൊക്കെ. നകുലനോട് അവിടുത്തെ ആൾ എന്ന് പറയും, സേനൻ്റെ മരണത്തിൽ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് തൂങ്ങി മരണമാണ്. മരിക്കുന്നതിന് മുമ്പ് സേനനെ ആരോ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. നകുലൻ ചോദിക്കും, ഇതിൽ ആരെയാണ് കൂടുതൽ സംശയിക്കാൻ സാധ്യത കാണുന്നത്? അയാൾ പറയും, അത് തമ്പിയെ വെല്ലുവിളിച്ച അബി തന്നെ. ഇന്ദ്രജ വന്ന് പറയും, നകുല, നീ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നുമല്ല, നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന നമ്മുടെ ബിസിനസ്സാണ്. നകുലൻ പറയും, ഞാനതൊന്നും അന്വേഷിച്ച് ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ട് പോലും ഇല്ല എന്ന് പറയും. ഇന്ദ്രജ പറയും, നമുക്കൊരു സ്പേസ് എപ്പോഴും ഉണ്ടാവും, നമ്മൾ അവിടെ നിന്നാൽ മതി.